everyone, welcome to your chapter 1 തിയറി ക്വസ്റ്റ്യൻസ്. എന്താ വെരി ഷോർട്ട് ആൻസർ, VSA ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് മക്കളെ, 5 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ 2 ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ 2 ശരി കിട്ടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിലെല്ലാത്തിലും അരാരം മാർക്ക് കിട്ടും 2 ഓപ്ഷന്. അപ്പോൾ 2 ഓപ്ഷനും കറക്റ്റ് കിട്ടി 1 മാർക്ക് കിട്ടിയില്ലേ, അങ്ങനെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 × 1 5 മാർക്സ്. ഓക്കെ, അപ്പോൾ ഈ തിയറി ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം. പിന്നെ മക്കളെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് കാര്യം, നിങ്ങൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ, അത് ഫസ്റ്റ് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാവും. ഞാൻ ഇതിൽ കുറേ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടി വരില്ല. ഒരു ക്വസ്റ്റൻ എനിക്ക് 10 സെക്കൻഡിൽ പറഞ്ഞു പോകാം, നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ് കാര്യം, ഇതിൻ്റെ ഞാൻ MCQ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് നല്ല പോപ്പുലർ ഡിമാൻഡ്, നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കാരണമാണ് ഈ വീഡിയോ ഇടുന്നത്. വെരി ഷോർട്ട് ആൻസർ. അപ്പോൾ അതിന് താങ്ക് യു സപ്പോർട്ടിനും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്തത് ഏത് ചാപ്റ്ററിൻ്റെ തിയറി വേണം, ഏത് ചാപ്റ്ററാണ് നെക്സ്റ്റ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കുറേ ആൾക്കാർ ഓപ്പറേഷൻ സിസ്റ്റം പറയുന്നുണ്ട്, ചിലവർ നെറ്റ്വർക്കിംഗ് പറയുന്നുണ്ട്. ഏതാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വെരി ഷോർട്ട് ആൻസറിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. 2 വീഡിയോ കണ്ടിട്ട് ഇവിടെ വരാൻ മറക്കണ്ട. പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനത്തിനും IT-ക്കും എല്ലാ സബ്ജക്റ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, റെഡി? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ കുറേ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നും പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, pick out the 2 correct statements. 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് റിഗാർഡിങ് റാസ്റ്റർ ഇമേജസ്. മക്കളെ റാസ്റ്റർ ഉണ്ട്, വെക്ടർ ഉണ്ട്. വെക്ടർ എന്ന് പറഞ്ഞാൽ വലുതാക്കിയാൽ നമുക്ക് പ്രശ്നമല്ല, ക്ലാരിറ്റി ഉണ്ടാവും. റാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന പോലെ. ഓക്കെ, PNG JPEG ഒക്കെ. ഓക്കെ, റെഡി? മക്കളെ നമ്മുടെ ഇങ്ക്സ്കേപ്പിലെ ഡിഫോൾട്ട് എന്താണ് എന്ന് പറഞ്ഞേ, വെക്ടറാണോ റാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുമ്പം റാസ്റ്റർ ഇമേജ് കറക്റ്റാണ്. ശരി, റാസ്റ്റർ ഇമേജ് ലൂസസ് ക്ലാരിറ്റി വൈൽ സ്കെയിലിംഗ് കറക്റ്റാണ്. ഓക്കെ, ക്ലാരിറ്റി ഓഫ് റാസ്റ്റർ ഇമേജ് ഇൻക്രീസസ് തെറ്റാണ്. റാസ്റ്റർ ഇമേജസ് മെയിൻറ്റെയിൻസ് ദ ക്ലാരിറ്റി ഇല്ല, അത് വെക്ടറാണ്. ഓക്കെ, അത് വെക്ടറാണ്, മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലാരിറ്റി മാറാതിരിക്കുക. ദ ഇമേജസ് ക്രിയേറ്റഡ് ഇൻ ഗിംപ് സോഫ്റ്റ്വെയർ ആർ റാസ്റ്റർ, ശരിയാണ്. SVG ഇമേജസ് ആർ റാസ്റ്റർ. SVG എന്ന് പറഞ്ഞാൽ സ്കെയിലബിൾ വെക്ടറാണ് മക്കളെ, അപ്പോൾ തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് മക്കളെ? ഓപ്ഷൻ A ആൻഡ് ഓപ്ഷൻ D. ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ 1 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പം ഈ 2 ഓപ്ഷനെ പറ്റിയിട്ടല്ല പഠിക്കും, നമ്മൾ 5 കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, കുറേ പോയിന്റ്സ് കൂടി ഓരോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് ഇവിടെ ഇടാം. ക്വസ്റ്റ്യൻ 1. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is the are the 2 methods of giving out color to the outline of inkscape? മക്കൾ ഔട്ട്ലൈനെ നമ്മളെപ്പോഴും എന്താണ് വിളിക്കുക? സ്ട്രോക്ക് എന്ന് വിളിക്കുക. ഓക്കെ, ഫില്ലും ഉള്ളിൽ കൊടുക്കുന്ന കളർ, സ്ട്രോക്കാണ് പുറത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒബ്ജക്റ്റ് കൊടുക്കാം, ഒബ്ജക്റ്റ് കളർ പാലറ്റിലേക്ക് വരാം. ഓക്കെ, തെറ്റില്ല അത്. അപ്പോൾ കളർ പാലറ്റിലേക്ക് നേരെ നിൽക്കിയാൽ ഫില്ലിലേക്ക് കേട്ടോ വരിക. സോറി മക്കളെ, ഞാനിവിടെ ഏതോ ഒരു പേജിലേക്ക് പോയി തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ വെറുതെ ഒരു ഒബ്ജക്റ്റ് നോക്കി കളർ പാലറ്റിലെ കളറാക്കിയ ഫില്ലാണ് ഡിഫോൾട്ടായിട്ട് ആവുക. അപ്പോൾ അതല്ല, ഇത് ഫില്ല് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൗണ്ടറിക്കാണുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. അവിടെ ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ സ്ട്രോക്ക് പെയിൻറ്റ് കറക്റ്റാണ്. നമുക്ക് സ്ട്രോക്കിന് കളർ കൊടുക്കാം. ഓക്കെ, കൺട്രോൾ എന്താണ്, ഒബ്ജക്റ്റ് ഹോൾഡ് കൺട്രോൾ ആൻഡ് ക്ലിക്ക് ദി കളർ പാലറ്റ്, അതുമല്ല. ഷിഫ്റ്റും കളർ പാലറ്റ്. മക്കളെ കളർ പാലറ്റ് നോക്കിയിട്ട് വെറുതെ നിൽക്കിയാൽ ഫില്ല് വരും. ഷിഫ്റ്റും കളർ പാലറ്റ് നിൽക്കി എന്താണ്, നമ്മുടെ സ്ട്രോക്കിലേക്ക് വരും കേട്ടോ, സ്ട്രോക്കിലേക്ക് വരും. ഫില്ലല്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡി ആണോ ശരി നോക്കട്ടെ? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും. ഓക്കെ, അപ്പം ഈ കുറേ തിയറി നിങ്ങൾ പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് 2 steps ഓഫ് ക്രിയേറ്റിംഗ് ദ ഫോളോയിങ് ക്രിയേറ്റ് ടെക്സ്റ്റ് ഇൻ ആർക്ക് ഷേപ്പ്. മക്കളെ ക്രിയേറ്റ് ടെക്സ്റ്റ് ചെയ്യണം ആർക്ക് ഷേപ്പ്. ഇങ്ങനെ നമ്മൾ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്നും വോളണ്ടിയർ പ്രോഗ്രാം എന്നൊക്കെ എഴുതിയില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യണം ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. പുട്ട് ഓൺ പാത്താണ് ഇമ്പോർട്ടൻറ്റ്. പുട്ട് ഓൺ പാത്ത് മെത്തേഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവനല്ല. ഓക്കെ, സെലക്ട് ടെക്സ്റ്റ് ആൻഡ് മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, നമുക്ക് ഇവിടെ ഒരു സെമി സർക്കിൾ അല്ലെ സർക്കിൾ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവർ പറയുന്നത് സെലക്ട് ടെക്സ്റ്റ്. അപ്പോൾ ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പുട്ട് ഓൺ പാർട്ട് ചെയ്താൽ മതിയോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവനെ സെലക്ട് ചെയ്യണം, ഇവനെ. അപ്പോൾ ഇവൻ നിൽക്കുക, കൺട്രോൾ നിൽക്കിയിട്ട് ഇവനെ നിൽക്കുക, 2 നിൽക്കണം. ഷിഫ്റ്റ് നിൽക്കിയിട്ട് 2 നിൽക്കണം, 2ഉം സെലക്ട് ചെയ്യണം. അപ്പം സെലക്ട് ടെക്സ്റ്റ് ആൻഡ് സർക്കിൾ, എന്നിട്ട് നിങ്ങൾ പുട്ട് ഓൺ പാത്ത് ചെയ്യണം. അപ്പോൾ ഇതാണ് ശരി. ഓക്കെ, സെലക്ട് ടെക്സ്റ്റ് തെറ്റല്ല, പക്ഷേ അത് ഫുള്ളായിട്ടില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ സിയും ഡി ആയിരിക്കണം കറക്റ്റ്. ഓപ്ഷൻ സിയും ഡി എല്ലാം സെലക്ട് ചെയ്യണം, എന്നിട്ടാണ് നിങ്ങൾ പുട്ട് ഓൺ പാത്ത് നിൽക്കേണ്ടത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, in order to make a teacup using Inkscape, 2 circles are drawn on the canvas. Now we need to remove the portion of the bottom circle to an appropriate shape. Some activities നമുക്ക് എന്താണ് ബേസിക്കലി ചെയ്യേണ്ടത്? we need to remove the portion of the bottom circle. താഴെയുള്ള സർക്കിളിലെ കുറച്ച് ഭാഗങ്ങൾ തീർക്കണം. ഓക്കെ, അതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളൊക്കെ എന്താണ് പറയുന്നത്? ഓക്കെ, സം ഓഫ് ദി വർക്ക്ഷീറ്റ് പ്രിപ്പയർ ഫോർ ആർ ഇൻകറക്റ്റ്, വിച്ച് തെറ്റായ ആൾക്കാർ. ഓക്കെ, തെറ്റായ ആൾക്കാരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തെറ്റായത് നമുക്ക് നോക്കാം.
ഡ്രോ ആൻ ഓവൽ ഷേപ്പ് മേക്ക് എൻ സർക്കിൾ അബൌവ് ഇറ്റ്. രണ്ടെണ്ണം ഓൾറെഡി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സെലക്ട് ബോത്ത് സർക്കിൾസ് യൂസിങ് സെലക്ഷൻ ടൂൾ. അത് രണ്ടെന്താണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഒരെണ്ണം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് രണ്ടും സെലക്ട് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് യൂണിയൻ പാത്ത്. യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി ഒരുമിക്കുക ചെയ്യുക, യൂണിയൻ അല്ല, ഡിഫറൻസ് ആണ് കുറയ്ക്കുക. ഓക്കെ, സെലക്ട് ഓൺലി വൺ സർക്കിൾ യൂസിങ് സെലക്ഷൻ ടൂൾ അല്ല, ഒരു സർക്കിളെ സെലക്ട് ചെയ്തുകൊണ്ട് മറ്റേത് ഒഴിവാക്കാൻ പറ്റില്ല. ക്ലിക്ക് ദ ഡിഫറൻസ് പാസ്റ്റ് വേണം, ഇത് ശരിയാണ്, അപ്പോൾ ഇത് ശരിയല്ല. മക്കളെ ഇതെന്തിനാണ് ഡ്രോ ആൻ ഓവൽ സർക്കിൾ എന്ന് പറയാൻ? ഓൾറെഡി രണ്ട് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെയും സെലക്ട് ചെയ്യുക, പാത്ത് എന്താണ് ഡിഫറൻസിനൊക്കെ, പാത്തിൽ ഡിഫറൻസ് വരിക, അത്രയുള്ള സമയം. അപ്പം ക്ലിക്ക് യൂണിയൻ പാത്ത്, ക്ലിക്ക് ഓൺ യൂണിയൻ പാത്ത് പിന്നെ തെറ്റാട്ടോ, ഇതിൽ തെറ്റാണ് കൊടുത്തിരിക്കുന്നത്, യൂണിയൻ പാത്ത് ഇല്ല കേട്ടോ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് കൊടുക്കേണ്ടത് സെലക്ട് ബോത്ത് സർക്കിൾസ് യൂസിങ് സെലക്ഷൻ ടൂൾ, അത് കഴിഞ്ഞിട്ട് പാത്ത് മെനുവിൽ ഡിഫറൻസ് നിൽക്കണം, അതാണ് ശരി. ഓക്കെ, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫ്രീ വെക്ടർ ഇമേജ് സോഫ്റ്റ്വെയർ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ തിയറി ക്വസ്റ്റ്യൻ MCQയിലും ചാപ്റ്റർ 1 ആക്ടിവിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫ്രീ ആയിട്ടുള്ള വെക്ടർ? അപ്പം ഇത് റാസ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു ക്ലൂ ഞാൻ തരാം, ഇത് റാസ്റ്ററാണ്, ബാക്കിയെല്ലാം വെക്ടർ തന്നെയാണ്. ഇനി ഇതിൽ ഫ്രീ ആയിട്ടുള്ള 2 ഉണ്ട്, അത് 2 നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫ്രീ, 2 ആൻസർ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവനല്ല, അപ്പോൾ 4 ഓപ്ഷനിൽ 2 നിങ്ങൾക്ക് 50-50 ആണ്, നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 6ാമത്തെ ക്വസ്റ്റ്യൻ. അയ്യോ, നിങ്ങൾ കണ്ടു പക്ഷേ കാണാതെ നിങ്ങൾ ആൻസർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൂൾ യൂസ്ഡ് ഇൻ ഇങ്ക്സ്കേപ്പ്. മക്കളെ നമുക്ക് ഇങ്ക്സ്കേപ്പ് ഇത്രയായിട്ട് നിങ്ങൾ പഠിച്ചാൽ ഈ ടൂളില്ല, ഈ ടൂളില്ല, ഈ ടൂളില്ല, ഏതൊക്കെയാണ്? എയും ഡിയോ, എയും ഇ ആണ്. ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, ഇതിൻ്റെ പേരും ഓക്കെ, ഇതിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, എയും ഇൻ്റെയും പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി? ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം MCQ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ ഫയൽ ഫോർമാറ്റ് ഓഫ് ദ ഇമേജസ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. മക്കളെ ഫയൽ ഫോർമാറ്റ് ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ പിക്ചറുകൾ. ഓക്കെ, ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് JPEG ഇമേജ് ആണ്, MPEG ഇമേജ് അല്ല, SVG വെക്ടർ ഇമേജ് ആണ്, ഇവനല്ല. മക്കൾ ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ ചിത്രങ്ങൾ, പിക്ചറുകൾ. അത് വെക്ടർ ആവാം, ഓക്കെ, വെക്ടർ ആവാം, അല്ലെങ്കിൽ റാസ്റ്റർ ആവാം. ഓക്കെ, അപ്പോൾ റാസ്റ്ററെ നമ്മൾ ചിലപ്പോൾ ബിറ്റ് മാപ്പ് എന്നൊക്കെ വിളിക്കും കേട്ടോ. വെക്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? SVG അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതിൽ JPEG ഉണ്ട്, JPEG ഉണ്ട്, JPG ഉണ്ട്, PNG ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ റാസ്റ്റർ അഥവാ ബിറ്റ് മാപ്പ് ഇമേജസ്. ഓക്കെ, അത് കിട്ടി. 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 7. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ഇവിടെ 4 സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗിവൺ അബൌവ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സം ടൂൾസ് ഇൻ ഇങ്ക്സ്കേപ്പ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ മക്കളെ, എ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്. ഇതാണ് എ. ഓക്കെ, ഇതാണ് എ. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഐക്കൺ ഇതാണ്. ഓക്കെ, അത് കിട്ടി. ഇതെന്താണ്? ഇത് റെക്ടാങ്കിൾ ടൂൾസ് ചെയ്യുക, വളരെ സിമ്പിൾ. ഇത് ഭയങ്കര സിമ്പിൾ, റെക്ടാങ്കിൾ ടൂൾസ് കഴിഞ്ഞു. ബിയും സിയും ഗ്രേഡിയൻ്റ് അല്ല, കാലിഗ്രാഫിക് ബ്രഷ് സ്ട്രോക്ക് ഇതൊന്നുമല്ല. കാലിഗ്രാഫിക് ബ്രഷ് സ്ട്രോക്സ് എങ്ങനെ ഉണ്ടാവും മക്കളെ? ഒരു വര ഇങ്ങനെ ഉണ്ടാവും, അതിന് പേര് ഒരു ഇങ്ക് പെൻ ഉണ്ടാവും, ഇങ്ങനെ ഇങ്ക് പെൻ ഉണ്ടാവും. ഓക്കെ, ഇങ്ക് പെൻ ഉണ്ടാവും. ബെസിയർ കർവ് എങ്ങനെ ഉണ്ടാവുക? ബെസിയർ കർവ് ഇങ്ങനെ ഒരു വരയും ഇങ്ങനെ ഒരു വരയും, പിന്നെ അതിന് മേലെ സാധനം ഉണ്ടാവും. ഓക്കെ, ഒരു നേരെ വര, ഒരു വളഞ്ഞ വര ഉണ്ടാവും. ഇങ്ങനെയാണ് ബെസിയർ ആൻഡ് സ്ട്രെയിറ്റ് കർവ്. ഇത്രയുള്ള സംഭവം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ മക്കളെ, കമോൺ വേഗം ആൻസർ ചെയ്യുക, വളരെ സിമ്പിൾ സംഭവങ്ങൾ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദ ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിനെ പറ്റി 2 ശരിയായ ഉത്തരം. ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് ഇസ് SVG ആണ്. നിങ്ങൾ സേവ് ചെയ്യാൻ ആദ്യം പോകുമ്പോൾ SVG ഇല്ല. എക്സ്പോർട്ട് ആസ് PNG ചെയ്താൽ PNG ആണ്, സേവ് ചെയ്താൽ SVG ആണ് വരിക കേട്ടോ. അത് വെക്ടർ ഗ്രാഫിക്സ്. ഓക്കെ, ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ക്രിയേറ്റഡ് ഇൻ ഇങ്ക്സ്കേപ്പ് ഇസ് XCF അല്ലല്ലോ. അടുത്തത്, ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് ഇസ് JPEG അല്ലല്ലോ. പിക്മാപ്പ് ഇമേജസ് ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇങ്ക്സ്കേപ്പ് പൊതുവെ ഒരു വെക്ടർ ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയറാണ്. വെക്ടർ ഉണ്ടാക്കി വെക്ടറായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് വെക്ടർ ഉണ്ടാക്കിയിട്ട് നമുക്ക് റാസ്റ്ററായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് റാസ്റ്റർ ഇമ്പോർട്ട് ചെയ്തിട്ട് റാസ്റ്ററായിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ബിറ്റ് മാപ്പ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പിക്ചറൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺലി വെക്ടർ ഇമേജസ് ക്യാൻ ബി എഡിറ്റഡ് അല്ല. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എയും ഡി. ഓക്കെ, അങ്ങനെ നമ്മുടെ 10ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ് മക്കളെ. എല്ലാവരും ആൻസർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസ് ആണ്, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ക്ലാസ്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം മക്കളെ, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിച്ച് സെറ്റായിട്ട് പോട്ടെ. ഫസ്റ്റ് A+ നമുക്ക് എല്ലാവർക്കും മേടിച്ചെടുക്കാം. കാരണം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനും നമ്മുടെ SLC ഫുൾ A+ ജേർണിക്കും വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ആൻസർ ചെയ്യാം. 2 images are prepared in Inkscape software. Select the right procedures to make the first image like the second. ഇവനെ ഇങ്ങനെ ആക്കാനുള്ള എന്താണ് ഇതൊക്കെ. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ കാണുന്നത് ഇവൻ എന്തായാലും മങ്ങിയ പോലെ ഉണ്ടല്ലോ, ഇങ്ങനെ പുഷു ഇങ്ങനെ റബ്ബറൊക്കെ എടുത്ത് നമ്മൾ തേച്ച് ഇങ്ങനെ കൊളാക്കുന്ന പോലെ. അതിനെ നമ്മൾ വിളിക്കും ബ്ലർ ചെയ്യാൻ. ഓക്കെ, ബ്ലർ അത് നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ ഉള്ളിൽ ഫില്ലിൻ്റെ ഏറ്റവും താഴെയുള്ള സംഭവമാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്താണ്? ഇതാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് നമ്മൾ സെലക്ട് ചെയ്യണം, അത് ശരിയാണ്. ഇനി എന്താണ്? ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ ബാക്കിയുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സെലക്ട് ഗ്രൂപ്പ് അല്ല,
റേസ് അല്ല. ഇനി ഇവിടെ അഡ്ജസ്റ്റ് ബ്ലറാണോ അഡ്ജസ്റ്റ് ഒപ്പാസിറ്റി ആണോ നിങ്ങൾ പറയാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആൻസർ. അങ്ങനെ നിങ്ങൾ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ വെരി ഷോർട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മക്കളെ ഫസ്റ്റ് ചാപ്റ്ററിന് എല്ലാ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പ്രാക്ടിക്കൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ട്, പിന്നെ MCQ ആൻഡ് വെരി ഷോർട്ട് ആൻസറും കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റേഴ്സ് വേണം ഡെഫിനറ്റ്ലി പ്ലീസ് കമൻറ്റ്. ഒരു കമൻറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ആൻഡ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫീഡ്ബാക്കും അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ ആൻഡ് ഫൈനൽ എക്സാം. അടിച്ചു പൊളിച്ചിട്ട് പഠിക്കുക. ബാക്കി എക്സാംസിന് വേണ്ടിയിട്ട് എക്സാമിനറുണ്ടാകും കൂടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണേ. താഴത്തെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 2000 rupees ആണ് ഫീസ്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, സീ യു.